നമ്മളുടെ വിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഫീൽഡിൽ ഇപ്പോൾ നിങ്ങളുടെ വിഷൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ഏതൊരു ബിസിനസ്സിൻ്റെയും അപ്പോൾ അവിടെ പിന്നെ കൊണ്ടുവരുന്നത്. My name is Mujib Greenlives. I'm an Indian Institute of Management Certified Business Coach, member of CADISC and Kerala Startup Mission. I work with growth-minded, ambitious, dedicated business owners and entrepreneurs. I help them to shift their business from people-driven to system-driven so that they can run their business on autopilot by enjoying financial freedom, time freedom, and brand growth. That's all. ഞാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 15 years ആയിട്ട് ഓൺട്രപ്രണേഴ്സിനെ, മൈക്രോ സ്മോൾ മീഡിയം ഓൺട്രപ്രണേഴ്സിനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനീനെ, ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനീനെ സിസ്റ്റം ഡ്രിവൺ ആക്കി അതിനൊരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവർ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡവും ടൈം ഫ്രീഡവും ബ്രാൻഡ് ഗ്രോത്തും ബിസിനസ്സുകാർക്ക് എൻജോയ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എൻ്റെ സോഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മൈറ്റി വൈ, എൻ്റെ ഒരു ബിഗ് ഹൈറി ഒഡീഷ്യസ് ഗോൾ എന്ന് പറഞ്ഞാൽ വേൾഡ്സ് നമ്പർ 1 അല്ലെങ്കിൽ ബെസ്റ്റ് ബിസിനസ് കോച്ച് ആവുക എന്നുള്ളതാണ്. അതിൻ്റെ യാത്രയിലാണ് ഇപ്പോൾ ഈ വർഷത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കേരളാസ് നമ്പർ 1 ബിസിനസ് കോച്ച് അല്ലെങ്കിൽ മെൻറ്റർ, കോർപ്പറേറ്റ് ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ ഗോൾ എന്ന് പറഞ്ഞാൽ 1000-ഓളം സംരംഭകരെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ്, റിച്ച് മൈൻഡ് സെറ്റ്, ഒരു കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ പേഴ്സണൽ ലൈഫിനെയും അതിലൂടെ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി ഒരു വിഷൻ സെറ്റ് ചെയ്ത്, വിഷൻ സെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മൈൻഡ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി എന്ത് ചെയ്യാറില്ല, അവർ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് ശേഷം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം അവരെ ഒരു ഇൻഡിവിജ്വൽ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ വർഷം ഒരു 1000-ഓളം, കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തോളമായിട്ട് ചെറിയ ക്രൗഡുകൾക്കാണ് ഞാൻ കോച്ചിങ് കൊടുത്തിരുന്നത്. ഓൾമോസ്റ്റ് 200 ഓൺട്രപ്രണേഴ്സിനെ കിങ്സ് മാസ്റ്റർ മൈൻഡിലൂടെ കോച്ച് ചെയ്ത് ബിഗാസിലേക്ക് എത്തിച്ചു. ഇനി ത്രൂ ഔട്ട് ഓഗസ്റ്റ് 19 കാലിക്കറ്റ് നമ്മളൊരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. അതിൽ സ്റ്റാർട്ട് ചെയ്ത് കൊച്ചിയിലും, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും, സെപ്റ്റംബർ 9 തിരുവനന്തപുരത്ത്, സെപ്റ്റംബർ 30 കൊച്ചിയിൽ, അത് കഴിഞ്ഞ് കണ്ണൂർ, അത് കഴിഞ്ഞ് ദുബായ്, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ഇത്രയും ഏരിയയിൽ നമ്മൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു 1000-ഓളം ഓൺട്രപ്രണേഴ്സിന് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ടാർഗറ്റ്. അതിലൂടെ അവരുടെ പേഴ്സണൽ ലൈഫിലെയും ബിസിനസ് ലൈഫിലെയും കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് കേരളത്തിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഷബീബ്. ഞാനൊരു മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റാണ്. സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറാണ്. ഏകദേശം ഒരു 10-14 വർഷമായിട്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികൾക്ക് അതിൻ്റെ ബാക്ക് എൻഡിൽ നിന്നുകൊണ്ടും ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ടും മാർക്കറ്റിംഗ് കൺസൾട്ടേഷനും ആക്ടിവിറ്റീസും ഡ്രൈവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സ്പെഷ്യലി നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിൻ്റെയും ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ വേ ഓഫ് മെത്തേഡിൽ മാർക്കറ്റിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമേ സെയിൽ കൂടുള്ളൂ. സെയിൽ കൂടിയാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ബാക്കിൽ നിന്നും ഫ്രണ്ട് എൻഡിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ വലിയൊരു സോഷ്യൽ ഗോളുമായിട്ടാണ് സ്കൂൾ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് രൂപം നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ പ്രത്യേകിച്ചും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, സ്പെഷ്യലി AI കാലഘട്ടമാണ്. AI കൊണ്ടുവരുന്ന ചേഞ്ചസ് ബിസിനസ്സിനെ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്ഷൻസിനനുസരിച്ച് ഈ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്
പുതിയ ഒരു ഓൺട്രപ്രണറിയൽ കൾച്ചർ ബിൽഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പുതിയ ജനറേഷനെ മാനേജ്മെൻറ്റ് രീതിയിലും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും സെയിൽസിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ജനറേഷനെ പുതിയ പാറ്റേണിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ സോഷ്യൽ ഗോളുമായിട്ടാണ് എം സ്കൂളിന് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. അതിലൂടെ ആയിരക്കണക്കിന് പുതിയ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സെക്കൻഡ് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു വലിയ വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഈ ഒരു സാധാരണ ഞാൻ എന്നെ പരിചയപ്പെടുത്താറില്ല, ഇത് പിന്നെ നമ്മൾ ഹോം പ്രോഗ്രാമാണല്ലോ. സോ ഞാൻ ജാഫർ എടക്കര, ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ്, കോൺസെപ്റ്റ് ഡെവലപ്പർ, പൊസിഷനിങ് കോച്ച് എന്നുള്ള രൂപത്തിലാണ് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും 1000 ബ്രാൻഡുകളെ ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കുക എന്നൊരു മിഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 168 ബ്രാൻഡുകൾ ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒരു 100 പേരെ ഇത്തരത്തിലൊരു ഗ്ലോബൽ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക, അവരെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ എൻ്റെ സോഷ്യൽ ഗോള്. അതിൽ ഏകദേശം 56ഓളം ആളുകൾ ഇപ്പോൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് ബി ടോക്ക് ഷോ എന്നുള്ളത് നമ്മുടെ എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു ബി ടോക്ക് TV എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയതാണ്. 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ബി ടോക്ക് ഷോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൃത്യമായിട്ട്. എന്താണ് സൊസൈറ്റിയിലുള്ള എന്ത് പെയിനിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന ഓഫ് റെക്കോർഡായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമായിട്ട് അതിവിടെ റെക്കോർഡ് ചെയ്യില്ല, മറിച്ച് നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു കാര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന റിയൽ ചലഞ്ച് എന്താണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ടാണ് ഈ ഒരു ടോക്ക് ഷോ നടക്കുന്നത്. അതിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും നമ്മൾ ഈ സൊല്യൂഷനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും ഏതൊരു കൊളാബറേഷനാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എല്ലാ ടോക്ക് ഷോയിലും നമ്മൾ ചെയ്യുന്നത്. ഈ ടോക്ക് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലെവൽ 0 മുതൽ ലെവൽ 0 ആണ് ഫസ്റ്റ് ടോക്ക് ഷോയിൽ ഇവിടെ ഒരാൾ വന്ന് പങ്കെടുക്കുന്നത് ലെവൽ 0-ലായിരിക്കും. അത് ലെവൽ 1 മുതൽ മുകളിലേക്ക് അങ്ങ് പോകും. ഈ മുകളിലേക്ക് പോകും തോറും പർപ്പസ്ഫുൾ ആയിരിക്കും ആ ടോക്ക് ഷോ എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ടോക്ക് ഷോ മുന്നോട്ട് പോവുക. മാത്രമല്ല ലെവൽ 0-ൽ ഇരുന്ന ആളുകളായിരിക്കില്ല ലെവൽ 1-ൽ വരിക. അത് അവരിവിടെ എന്താണോ അവർക്ക് വേണ്ട നീഡ് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ടോക്ക് ഷോയിൽ അവർക്ക് സീറ്റിംഗ്. അതൊക്കെ ആരുടെ ഒപ്പമാണ് അവർ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഉദ്ദേശം എന്താ വെച്ചാൽ, ഞാൻ ഏകദേശം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 12 വർഷങ്ങളായിട്ട് ഡയറക്റ്റ്ലി നമ്മൾ മീറ്റ് ചെയ്ത അല്ലെങ്കിൽ കണക്ട് ചെയ്ത 1000-ഓളം ആൾക്കാരുണ്ട്. അതൊക്കെ മിക്കവാറും ഒരു 1 ടൈം കണക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളവരെ കാണുക, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് കാലം നമ്മുടെ കൂടെ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം BNI ആണെങ്കിലും നമ്മൾ അല്ലാത്ത കുറേ ഓർഗനൈസേഷൻസ് നമ്മൾ കണക്ട് ചെയ്തതിൽ കുറേ ഒരു സിമ്പിൾ ഒരു ഷോർട്ട് ടേം കണക്ഷൻസ് ഉണ്ട്. ഇവരെയൊക്കെ ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഉദ്ദേശം. ഇതേപോലെ ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് സ്വൈര്യമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു പർപ്പസ്. മറ്റൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സൊല്യൂഷൻസ് എന്താണെന്ന് തിരിച്ചറിയുക, കറക്റ്റായിട്ട് അത് അവർക്ക് പറയാനുള്ളൊരു അവസരം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. മൂന്നാമതൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവിക്കുന്ന റിയൽ ചലഞ്ച് എന്താണെന്നുള്ളത് ഓഫ് റെക്കോർഡ്, ഇതിൽ റെക്കോർഡ് ചെയ്യില്ല, ഓഫ് റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആരെയാണ് കൊളാബറേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്, ആ കൊളാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അവരോട് തന്നെ ചോദിക്കുക. അങ്ങനെ 3 സെഗ്മെൻറ്റാണ്. അതിൽ ഒന്നാമത്തെ സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ സമയം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം ചുരുക്കുകയാണ്. നമുക്ക് 20 മിനിറ്റ് സമയമുള്ളത്. ഇനി ഇതിൻ്റെ കൺക്ലൂഷനിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാം. എനിക്ക് തോന്നുന്നു മുജീബ് സാറിലേക്കാണ് വരുന്നത്. സോ നമുക്ക് ടോപ്പിക് ഇതാണ്. നമുക്ക് എന്ത് സൊസൈറ്റി, മുജീബ് സാർ എന്നുള്ള വ്യക്തി കുറേ കാലമായിട്ട് സൊസൈറ്റിയിൽ സംതിങ് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ഓർഡറിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് സംസാരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ കുറച്ച് പോയിന്റുകൾ ഇട്ടത്. അപ്പം പോയിന്റുകളുള്ളതുകൊണ്ട് ഓവറിൽ സംസാരം നീണ്ടു പോകണ്ട എങ്കിൽ നമുക്ക്
പിടിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രോബ്ലം എന്താണ്, ഏത് ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുജീബ് സാർ എന്ത് സൊല്യൂഷനാണ് സൊസൈറ്റിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് പ്രോബ്ലത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ 2012 മുതൽ 2005 മുതൽ ഞാൻ ഓൺട്രപ്രണർഷിപ്പിലുണ്ട്. 2012 മുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ 2005 മുതൽ 2000 ഓൾമോസ്റ്റ് ഒരു 10 വരെ ഞാനൊരു മാനേജ്മെൻറ്റ് ലെവലിലാണ് വർക്ക് ചെയ്ത്. 2009 ഞാൻ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2009 മുതൽ 2015 വരെ ഞാനൊരു ചക്രവ്യൂഹത്തിലായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ചീഫും, ഞാൻ തന്നെയായിരുന്നു ചീപ്പും. അപ്പോൾ ആ ഒരു പെയിൻ പോയിന്റ് ഞാൻ ശരിക്ക് ഫേസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ 2012 നമ്മൾ ഐഡിയ ഫാക്ടറി CCD കൺസോർഷ്യം ഫോം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓൺട്രപ്രണേഴ്സിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 സ്റ്റേജുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സ്ട്രഗിളിങ്, സർവൈവൽ, സ്റ്റെബിലിറ്റി, സക്സസ്, ദെൻ സ്കെയിലബിൾ ആൻഡ് സെയിലബിൾ. പക്ഷെ 90% ബിസിനസ്സുകാരും ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് BNI ടോക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച BNI ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ 90% ഓൺട്രപ്രണേഴ്സും ഈതർ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോ ആണ്. അവിടുന്ന് അവർക്ക് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ കോവിഡ് സമയത്ത് 150 ഓൺട്രപ്രണേഴ്സിനെ ഓൺലൈനിലും ഒരു 50 ഓൺട്രപ്രണേഴ്സിനെ ഓഫ്ലൈനിലും ഞാൻ കോച്ച് ചെയ്തു. ആ കോച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇവർ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെക്കാനുള്ള 2 കാരണങ്ങളാണ്. കാരണം ഇവർ താഴോട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത്. ഇവർക്ക് വിഷൻ ഇല്ല, ലോങ് ടൈം വിഷൻ ഇല്ല, സ്ട്രാറ്റജി ഇല്ല, അവർക്ക് പിന്നെ ഒരു ബിഗ് ഹയറി ഓഡീഷ്യസ് ഗോൾ ഇല്ല, ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ് ഇല്ല, ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല, ഒരു കിങ് മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി ഞാൻ ബിസിനസ് കോച്ചിങ്ങിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഞാൻ സിസ്റ്റം ഡ്രിവണിൽ ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം അവർക്ക് ഒരു മൈൻഡ് സെറ്റിലാണ്, ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് മിക്ക ആളുകളും ഉള്ളത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് അവരെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക്, അതായത് ഒരു ബില്യണിയർ മൈൻഡ് സെറ്റിലേക്ക്, ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അത് ചെയ്താൽ മാത്രമാണ് ആ ഒരു സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതിന് ഇപ്പോൾ ആ 2 പ്രോബ്ലമാണ് ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന 2 പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് എൻ്റെ 2 പ്രോഡക്ട്സ്. അത് ഞാനിപ്പോൾ ഒന്നാമത്തെ പ്രോഡക്ട്സ് ഞാൻ 2019 മുതലേ റിസർച്ച് ചെയ്തിട്ട് ഒരു 5 വർഷം ഇപ്പം കഴിഞ്ഞ ബാച്ചോട് കൂടിയാണ് അതിൻ്റെ ആ പ്രൊഡക്റ്റ് പൂർണ്ണമായി. അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എനിക്കത് ഗ്ലോബൽ ലെവലിലേക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഒരു ഗ്ലോബൽ കോച്ച് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അതിൻ്റെ മുമ്പ് എനിക്കൊരു പ്രീ പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടിയിരുന്നു. ആ പ്രീ പ്രോഡക്റ്റാണ് ആക്ച്വലി കിങ്സ് മാസ്റ്റർ മൈൻഡ് എന്നുള്ള കോഴ്സ് കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അത് ഓൾറെഡി വേൾഡിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ബില്യണിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത അമേരിക്കൻ ചിന്തകനായ നെപ്പോളിയൻ ഹില്ല് 20 years റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത കോൺസെപ്റ്റാണ്. എനിക്കത് ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ സ്ക്യൂസ് ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തോളമായി ചെറിയ ഗ്രൂപ്പുകൾക്ക് 15 to 20 ആളുകൾ വെച്ചിട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് 10 മാസം കൊണ്ട് ഞാൻ 10 ബാച്ച് പുറത്ത്, ഏകദേശം 1.5 വർഷം കൊണ്ട് 11 ബാച്ച് പുറത്തിറക്കി. വിച്ച് മീൻസ് ഞാനത് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. പബ്ലിക്കിലേക്ക് പറഞ്ഞാൽ 100+ ആളുകൾ വെച്ചിട്ട് വലിയ ക്രൗഡിലേക്ക്. ഈ 10 മാസം കൊണ്ട് നമ്മൾ സ്ക്യൂസ് ചെയ്ത സാധനം എനിക്കത് ഓൾറെഡി മാസ്റ്ററി കൈവരിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനത് 13 പ്രിൻസിപ്പിൾസ് 10 തവണ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് ഞാൻ വളരെ ഷോർട്ടായിട്ട് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഓഗസ്റ്റ് 19 വലിയ ക്രൗഡിന് കൊടുക്കാൻ പോവുകയാണ്. അത് ത്രൂ ഔട്ട് കേരളത്തിലും GCC കൺട്രീസിലും. ഞാനിപ്പോൾ ഇന്നത് BNI ചോദിച്ചു, എനിക്ക് റിസൾട്ട് കിട്ടി. അവർക്കത് മനസ്സിലായി എവിടെയാണോ അവിടെ അവരുടെ പ്രശ്നം കിടക്കണം എന്നുള്ളത്. അവരെ പെയിൻ പോയിന്റിൽ പോയിട്ട് നമ്മൾ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അവർക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. അത് വന്നതിന് ശേഷമാണ് അടുത്ത പ്രോഡക്റ്റ്. അങ്ങനെ കഴിഞ്ഞ ആളുകൾ മാത്രമേ ഞാൻ വികാസിലേക്ക് എടുക്കുന്നുള്ളൂ. നമ്മളുടെ ഈ 13 സ്റ്റെപ്സ് പ്രോസസ്സ് കഴിഞ്ഞ ആൾക്കാരെ മാത്രമാണ് നമ്മളൊരു സിസ്റ്റം അവരുടെ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാർ ക്വിറ്റ് ചെയ്യും, എക്സിറ്റ് അടിക്കും. കാരണം അവർക്ക് എന്തുണ്ടാവില്ല, ലോങ് ടൈം വിഷൻ ഇല്ല. അപ്പോൾ എൻ്റെ 2ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രോത്ത് ആക്സിലേറ്റർ സിസ്റ്റമാണ്. കാരണം സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ ചക്രവ്യൂഹത്തിൽ ഏർപ്പാട്, നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഏർപ്പാടിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെയാണ് നിർഭാഗ്യവശാൽ അവരുടെ കമ്പനീൻ്റെ ചീഫും അവരെന്നെയാണ് ചീഫും. ഇതേ മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലമാണ്. പക്ഷേ അതിന് സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ ആദ്യം മൈൻഡ് സെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. 2ാമത്തെ പ്രോഡക്റ്റാണ് ബിസിനസ് ഗ്രോത്ത് ആക്സിലേറ്റർ സിസ്റ്റം. അതിപ്പോൾ ഞാൻ 3 ബാച്ച് പൂർത്തീകരിച്ചു. അതും ഒരു ഫിനിഷിംഗ് പ്രോഡക്റ്റായി. ഇനി അത് ഞാൻ ഓൺലൈനിൽ ഗ്ലോബൽ, ആദ്യം കേരളത്തിലുള്ള മലയാളികൾക്കും അത് കഴിഞ്ഞ് ഇൻ്റർനാഷണലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ 2 പ്രോഡക്ട്സ്. ഇത് കൊടുക്കുന്നത് MSMEക്കാണ്, മൈക്രോ സ്മോൾ മീഡിയം ഓൺട്രപ്രണേഴ്സിനാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്.
ഈ രണ്ട് പ്രോബ്ലത്തിനും അവർക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന 6th ഗിയറിലേക്ക് 3rd ഗിയറിൽ നിന്ന് 4th ഗിയറിൽ നിന്നും 5th ഗിയറിലേക്ക് 6th ഗിയറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ ബിസിനസ്സിനെ വിത്തിൻ ലിമിറ്റഡ് ടൈം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുകയും അവർക്ക് സെയിലബിൾ ബിസിനസ് മോഡലിലേക്ക്, ബിസിനസ്സിൻ്റെ അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിനെ സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. IPO പിച്ചിങ്ങിലേക്കോ അതല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങിലേക്കോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്നതിലേക്കോ അവർക്ക് പോകാം എന്നുള്ളതാണ്. സോഫാർ ഞാൻ 200 ആളുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു. കിങ്സ് മാസ്റ്റർ മൈൻഡ് കൊടുത്തു. ബിഗാസ് ഓൾമോസ്റ്റ് ഒരു 3 ബാച്ച് ഓൾമോസ്റ്റ് ഒരു 50 ആളുകൾക്ക് കൊടുത്തു. ഇനി അത് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിൻ്റെ ആദ്യത്തെ പാർട്ടിലേക്ക് ഞാനിപ്പോൾ കാലെടുത്ത് വെച്ചു. 3 വർഷം കൊണ്ട് ഇൻഷാ അള്ളാ പാൻ ഇന്ത്യ ലെവലിൽ എത്തുക എന്നുള്ളതാണ് ടാർഗറ്റ്. 5 വർഷം കൊണ്ട് 2031 ആകുമ്പോഴേക്ക് ഇന്ന് ഞാൻ യാത്ര തുടങ്ങുന്ന സമയത്ത് റോബിൻ ശർമ്മയായിരുന്നു എൻ്റെ റോൾ മോഡൽ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലോകം അറിയപ്പെടുന്ന ആൻഡ്രൂ മേ ബി പിന്നെ നമ്മളുടെ ടോണി റോബിൻസ് ഒക്കെ പോലെ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ നമ്മുടെ ജോൺ മാക്സ്വെല്ലൊക്കെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് കോച്ച്, ഒരു കോർപ്പറേറ്റ് കൺസൾട്ടൻറ്റ് ആയി മാറുക എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. ഓക്കെ, ഗ്രേറ്റ്. നമുക്ക് വേണ്ടത് കൊളാബറേഷൻസ് ആണ്. എന്താണ് നമുക്ക് പിന്നെ വേണ്ട കൊളാബറേഷൻ? ആരെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇനി കണക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിങ്ങൾക്ക് ഇനി ആരെയാണ് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആവാം, നിങ്ങളുടെ റിയൽ വിഷണറി ഇൻവെസ്റ്റേഴ്സ് ആവാം, നിങ്ങൾക്ക് ആവശ്യമായി ഇപ്പോഴുള്ള സ്റ്റെപ്പിൽ നിന്നും അടുത്ത ലെവലിലേക്ക് നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന അഡ്വൈസേഴ്സ് ആവാം, മെൻറ്റേഴ്സ് ആവാം, മാർക്കറ്റിംഗ് പാർട്ട്നേഴ്സ് ആവാം, ടെക്നോളജി പാർട്ട്നേഴ്സ് ആവാം, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആൻഡ് നെറ്റ്വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റികളും നെറ്റ്വർക്കുകളും ആവാം. അങ്ങനെ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ടുഗദർ വി ക്യാൻ അച്ചീവ് മോർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് റിയൽ റൈറ്റ് പേഴ്സൺ ആവണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണെന്നുള്ളതാണ് നമ്മൾ കുറേ കാലങ്ങളുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ മുജീബ് സാറോട് ചോദിക്കുന്നു, ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, ഞാനിപ്പോൾ കുറേ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിപ്പോൾ ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല എത്ര കാലം നമ്മളെ ഈ അസോസിയേഷൻ പോകും എന്നുള്ളത്. എപ്പോഴും ഒരു വിൻ ആണല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓക്കെയാണ്. പക്ഷേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം സൊല്യൂഷൻ ആവില്ല. ഇപ്പോൾ എനിക്ക് എക്സാക്ട്ലി വേണ്ടത് ഒരു സ്ട്രാറ്റജിക് എൻറോൾമെൻറ്റ് കൺസൾട്ടൻറ്റിനാണ് വേണ്ടത്. അതായത് നമ്മളുടെ പ്രോഗ്രാംസിലേക്ക് മിഡ് ടിക്കറ്റ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു 10-15 മിനിറ്റ് സംസാരിക്കേണ്ടി വരും. മിഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് കിങ്സ് മാസ്റ്റർ മൈൻഡും അതുപോലെ തന്നെ ഈവൻ ബിഗാസും അതും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ കൗൺസിലിംഗ് കൊടുക്കണം. അപ്പോൾ എനിക്ക് ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ലോ ടിക്കറ്റ് സെല്ല് ചെയ്യാനുള്ള ആളുകളെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതവർ ചെയ്യുന്നുണ്ട്. മിഡ് ടിക്കറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഈ ബിസിനസ് അറിയുന്ന അത്യാവശ്യം ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, ഒരു മാനേജർക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആൾ ശരിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നമുക്ക് അവർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപയൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ കിങ്സ് മാസ്റ്റർ മൈൻഡ് വിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു 2,35,000 രൂപ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാക്കാൻ പറ്റും. ബിഗാസ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ 3 ടൈംസ് ഉണ്ടാക്കാൻ പറ്റും. മേ ബി ഒരു 10 lakhs വരെ എന്ത് ചെയ്യുക, 2 പ്രോഡക്റ്റ് ഒരു മാസം വിൽക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റി വേണം. അത് ഞാൻ ചെയ്തിരുന്നൊരു പണിയാണല്ലോ. ഇപ്പോൾ റോയൽ ഡ്രൈവ് മുജീബ് ക ഓപ്പറേഷനിൽ ചെയ്തിരുന്ന പണി ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ബെൻസിൽ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെയ്ഡായിട്ട് വെക്കാൻ പറ്റില്ല. പെയ്ഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലയബിലിറ്റി ആവും. അതാണ് ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം. ഒരു മിഡ് ടിക്കറ്റ് സെല്ല് ചെയ്യാൻ പറ്റുന്ന, ഹൈ ടിക്കറ്റ് സെല്ല് ചെയ്യാനേ എനിക്കാ പറ്റുള്ളൂ. കാരണം ഞാൻ അത് മേ ബി ഒരു 13 സിറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ 20 lakhs ചാർജ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ എനിക്ക് മതി. ഇപ്പോൾ നെക്സ്റ്റോ അങ്ങനത്തെ ക്ലയൻ്റാണ്. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രമാണ് ഇനി ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു മിഡ് ലെവൽ മാനേജേഴ്സിനെയാണ് എനിക്ക് വേണ്ടത്. അത് അത്ര ഈസി അല്ല കിട്ടുക എന്നുള്ളത്. കാരണം മാർക്കറ്റിങ്ങിൽ ഞാൻ പോയ റൂട്ടിലൂടെ കുറച്ച് സഞ്ചരിക്കണം. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല സെല്ലിങ് സ്കില്ല് വേണം. അത് ഓണ്ടർപ്രണേഴ്സ് ആണല്ലോ അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ തലനെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആളാവണം, നല്ല ഇൻ്റലിജൻ്റ് ആവണം. അതാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഓക്കെ, ഗ്രേറ്റ്. ഇനി വേറെ ആരെങ്കിലും കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വേറെ കൊളാബറേറ്റ് ചെയ്യുന്ന ഇപ്പം ഞാൻ ഓൾറെഡി ഒരു കൊളാബറേഷൻ ഉണ്ട്. ആ കൊളാബറേഷന് ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ ആ കമ്പനിയിലേക്ക് എന്ത് ചെയ്തില്ല, സൈൻ ചെയ്തിട്ടില്ല. ഞാനൊരു 3 മാസം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് സൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ആ 3 മാസത്തിൽ നമ്മൾ 4 ഇവൻ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇവൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് സൈൻ ചെയ്യും. പക്ഷേ പുള്ളിക്കും എന്താ വെച്ചാൽ ടീമില്ല, പുള്ളിക്ക് ടീം ഇതിലില്ല, എൻ്റെ ഫീൽഡിൽ ടീമില്ല. പുള്ളിക്ക് വേറെ കുറേ ഡയറക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പുള്ളി ഫണ്ട് ഇടും, പക്ഷെ അവർക്ക് വേറെ ബിഹൈൻഡ് ദ കർട്ടൻ വേറെ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ തന്നെ ആളെ കണ്ടെത്തണം, ആളുകളെ ഹയർ ചെയ്യണം. സാലറി പുള്ളി കൊടുക്കും, പക്ഷെ അതാണ് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച്, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ 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 അപ്പോൾ ഷെബിയിലേക്ക് വരാം. ഷെബി, ആരാണ് ഷെബിക്ക് റിയലി ആവശ്യമുള്ളത്? ഇവിടെ പിന്നെ നമുക്ക് ഓപ്പണായിട്ട് തന്നെ പറയാം, പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അവരോടും കൂടി ആണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് സംസാരിക്കാം. അല്ലാത്ത വിഷയം നമുക്ക് അല്ലാത്ത രൂപത്തിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി ഒരു ഇൻഫ്രൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിക് അലയൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് അവിടെ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ പർപ്പസിൽ ഓൾറെഡി 1-2 പേരുമായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് BBA ഇൻ മോഡേൺ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ മീഡിയ വരുന്നുണ്ട്, മാർക്കറ്റിംഗ് വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് റോളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ മാർക്കറ്റിംഗ് എക്സ്പെർട്സുകളെ ക്രിയേറ്റ് ചെയ്യുക, സെയിൽസിൽ എക്സ്പെർട്ടൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഓപ്പറേഷൻസിൽ എക്സ്പെർട്ടൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, HR എക്സ്പെർട്ടൈസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫിനാൻസിൽ വേണ്ട രീതിയിലുള്ള ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് ഒരു ഓവർവ്യൂ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു CFO റേഞ്ചിലേക്കുള്ള ആളുകളെ നമുക്കവിടെ ബിൽഡ് ചെയ്യുന്നിടത്തൊരു ലാക്ക് കണ്ടപ്പോൾ നമ്മൾ അതിന് ആ ഒരു റേഞ്ചിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു അലയൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അനദർ സൈഡിൽ ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കുട്ടികളെ ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ കാണുന്നൊരു ചലഞ്ച്, നമുക്ക് നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള കുട്ടികളെ ബിൽഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇവരെ കൊണ്ടുപോയിട്ട് പ്ലേസ്ഡ് ആക്കാൻ പറ്റില്ല. ഇവരെ വളർത്തിക്കൊണ്ടിരുന്ന ആ കൾച്ചർ ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികളെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേസ്ഡ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പാരലായിട്ട് നമുക്ക് ഒരു ഓൺടർപ്രണേഴ്സിന് കോച്ചിങ് കൊടുക്കാൻ പറ്റുന്നൊരു സിസ്റ്റം കൂടെ ഇപ്പുറത്ത് പാരലി നമ്മൾ ബിൽഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പരസ്പരം കണക്റ്റഡ് ആയെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഇത് വർക്കാവുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ കുട്ടികളെ നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിന് പാരലായിട്ട് അപ്പുറത്ത് ഒരു ഓൺടർപ്രണറിയൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ CEO ലെവലിലോ അങ്ങനത്തെ ഒരു കോച്ചിങ് സിസ്റ്റം കൂടെ വന്നാൽ നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരു അലയൻസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഓരോ ഏരിയയിലും നമുക്ക് മെൻറ്റേഴ്സ് വേണം, അഡ്വൈസേഴ്സ് വേണം. അതുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഈവൻ മാർക്കറ്റിങ്ങിലാണെങ്കിൽ പോലും ഒരു കാര്യത്തിൽ നമ്മൾ 100% ഓക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മുടെ മൈനസും നമ്മുടെ പ്ലസ്സും അതേപോലെ തന്നെ നമ്മൾ വരുത്തേണ്ട ചേഞ്ചസൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മെൻറ്റേഴ്സിനും അഡ്വൈസേഴ്സിനും നമുക്ക് ഒബ്വിയസ്ലി ആവശ്യമുണ്ട്. ഈക്വലി ഈ പറയുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ശരിക്കും ചലഞ്ചസ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന എത്ര നമ്മൾ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊക്കെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സൊല്യൂഷൻസും അതിനെക്കാട്ടിലും ഈസിയസ്റ്റ് വേ ഓഫ് മെത്തേഡ്സും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പം നമുക്ക് മാർക്കറ്റിംഗ് നമ്മളൊരു മാർക്കറ്റിങ്ങിൽ പല കമ്പനീസ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ M-School എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ മാർക്കറ്റിങ്ങിന് പല ആളുകളെയും നമ്മൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമുകളായിട്ട് പല രീതിയിലുള്ള അലയൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 360 ഡിഗ്രിയിൽ അത് ഇനിയും അങ്ങനത്തെ ആളുകൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നമുക്കും ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ടെക്നോളജിക്കലി ഈ പറയുന്ന രീതിയിൽ AI ആണ് ഈ ടെക്നോളജീൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാണ്ട് അതിലും നല്ല അലയൻസസ് നമ്മൾ നോക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ഇപ്പോൾ അങ്ങനെ ഒരു തോട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല.
കമ്മ്യൂണിറ്റി ആൻഡ് നെറ്റ്വർക്ക് നമ്മളൊരു നമ്മുടെ തോട്ടിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സാമ്പിൾസ് ഇട്ടത്. അതെന്നെ ആയിക്കോണമെന്നില്ല, അല്ലാത്തതും പറയാൻ നമുക്ക്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റേഴ്സാണ്. പക്ഷേ നമ്മൾ നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ എന്നുള്ള തോട്ടിൽ വരുന്ന ആളുകൾ നമുക്ക് ആവശ്യമില്ല. കാരണം എം സ്കൂള് ശരിക്ക് ഒരു ഓൺട്രപ്രണോറിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. സോ ഒരു ഓൺട്രപ്രണർ ആവണം, ഇതിൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന ആളുകളും ഓൺട്രപ്രണറാണ്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്വാഭാവികമായിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഷെയറാണ് കൊടുക്കുന്നത്. സോ ഇതിൻ്റെ വാല്യുവേഷൻ കൂടുമ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ആസ് എൻ ഓൺട്രപ്രണർ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റും. സോ അത് നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും അവരെന്താവണം, അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, തിരിച്ച് അവർക്കും നമുക്ക് പല കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓൺട്രപ്രണേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പം നിലവിൽ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഇതിൻ്റെ പാർട്ടാണ്. ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺട്രപ്രണേഴ്സിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കൊളാബറേഷൻ എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊളാബറേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ റിയലി നമുക്ക് വേണ്ട ആളുകൾ ആരൊക്കെയാണ്, ഓർഗനൈസേഷൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, നെക്സ്റ്റ് ലെവൽ ഗ്രോയിങ്ങിനുള്ള സംവിധാനം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരുപാട് മേഖലയിൽ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ യാത്രയിൽ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ജേണിയിൽ വന്നു പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പോലും ഞെട്ടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്, നമ്മളെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, നമ്മളെ കൂടെ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇതുവരെ ഇത്രയും കാലം കുറേ നെറ്റ്വർക്ക് നമ്മൾ ബിൽഡ് ചെയ്തു, അതിനൊന്ന് റിവൈൻഡ് ചെയ്യാം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോക്ക് ഷോ എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നത്. ഇതുവരെ നമ്മളായിട്ട് കണക്ട് ചെയ്ത മുഴുവൻ ആൾക്കാരും ഇനി നമ്മൾ ഇത്രയും ഈ ഒരു ബേസ്മെൻറ്റിൽ നിന്നിട്ട് നമുക്ക് ആരെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ അവരൊക്കെ, ഇപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തില്ല, ഡയറക്റ്റ്ലി ഞാൻ കണക്ട് ചെയ്യാറില്ല ആരെയും. നമ്മൾ വളരെ ഹാർട്ട് ടു ഹാർട്ട് ബന്ധമുള്ള ആളുകളെ നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നുന്ന ആളുകളെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, വിളിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ എന്തൊക്കെയാണ്, നമ്മുടെ ടീമാണ്, അവരാണ് അവർ കണക്ട് ചെയ്യുന്നത്. പക്ഷേ അവർ നമ്മളെ പേര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാലം നമ്മൾ ബിൽഡ് ചെയ്ത ഒരു ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ബ്രാൻഡ് നെയിമിൽ ആരൊക്കെ കണക്റ്റഡ് ആയിട്ടുണ്ടോ അവരെ മുഴുവനും ഈ ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് കൊണ്ടുവരണമെന്നും അവർ റിയലി അവരെങ്ങനെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതുമായിട്ട്, അല്ലാതെ നമ്മൾ കൊണ്ടുവന്നിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക, കണക്ട് ചെയ്യുക, അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അവരുടെ ആ ഒരു വിഷനിലേക്ക്, കാരണം നമ്മുടെ ഉദ്ദേശം അതാണ്. കാരണം ഒരിക്കലും നമുക്ക് നമ്മളുടെ ഒരു സംഭവത്തിലെ നമ്മളൊരു ബിസിനസ്സിലേക്ക് അവരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമുക്കില്ല. മറിച്ച് അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നും അന്നും എന്നും ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും പല രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായ ചലഞ്ചസുകളും സ്വാഭാവികമായിട്ടും ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിന് സ്വാഭാവികമായിട്ടും അതിനൊരു സ്ലോ പ്രോസസ്സിലേക്ക് അത് പോവുകയും ചില കാര്യങ്ങൾ നാച്ചുറലി അത് ഡൈ മോഡിലേക്ക് പോവുകയും ചെയ്യും, ഇല്ലാതായി പോവുകയും ചെയ്യും. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നമ്മളെ ഈ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്തില്ല, ആ ഡൈ മോഡിലേക്ക് കൊണ്ടുപോയിട്ടില്ല. വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലും ഇതിൽ ആരൊക്കെ മുമ്പ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ തിരിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുമുള്ളൊരു ഫോർമാറ്റിലാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ എൻ്റേതായ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറേ ഗ്രോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുടേതായ ഒരു എയിം പണ്ടും ഇന്നും നമ്മൾ ആ ഒരു എയിം വെച്ചതുകൊണ്ട് അതിലൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ ഈ കൊളാബറേഷന് എന്നുള്ള ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിപ്പം നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ആളുകൾ നമ്മളോട് നോട്ട് ചെയ്ത് വെക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആ റെക്കോർഡിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാനും അടുത്തൊരു തവണ നിങ്ങളിതായിട്ട് പോകുന്ന സമയത്ത് അത്തരം ആളുകളെ ഇവിടെ എത്തിക്കാനും അതിലൂടെ നമുക്ക് എന്താണ് നെക്സ്റ്റ് കൊളാബറേഷൻസ് എന്നുള്ളത് ആലോചിക്കാനും വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കറക്റ്റ് ഒരു 2 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ടോക്ക് ഷോ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ കൊളാബറേഷൻ എന്നുള്ള സംഭവത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കുകയാണ്. ഒരു വിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ആളുകളെ എങ്ങനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അവരെ നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൊളാബറേഷൻസിൽ. ഓക്കെ, മുജിബായ് പറഞ്ഞു. എനിക്ക് ക്ലിയർ ആയില്ല. അതായത്
ഇപ്പോൾ ഒരു കൊളാബറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായ ഒരു കൊളാബറേഷൻ അല്ലല്ലോ, അതൊരു ശക്തമായൊരു കൊളാബറേഷനാണ്. അപ്പോൾ ഒരു വിഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഷനുള്ള ഒരാളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അയാളെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് അയാളെ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് അയാളെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുക? കാരണം അയാൾ ചോദിക്കുകയാണ് എനിക്കെന്താണ് അതുകൊണ്ട് നേട്ടം. ഓക്കെ, ഞാനത് പിന്നെ ഇപ്പോൾ ഈവൻ ടോക്ക് 10 സ്റ്റാർട്ട് ചെയ്ത സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ക്യാമ്പീസായിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്തും ഇപ്പോൾ ഞാൻ ഹാൻഡ്സ് ഓഫ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത സമയത്തൊക്കെ ആക്ച്വലി ഞാൻ അതിലേക്ക് നിന്നുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ വിഷനിലേക്ക് നിന്നുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ വിഷനിലൂടെ പോയാൽ തന്നെ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോൾ ഹാൻഡ്സ് ഓഫിൻ്റെ എൻ്റെ മോനെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഗ്രീൻ ലൈഫ്സിന് ഞങ്ങൾ ഹാൻഡ്സ് ഓഫ് വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ മുജീബ് ഗ്രീൻ ലൈഫ് എന്നുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ കമ്പനി എന്നുള്ളത് തന്നെ എനിക്ക് ബ്രാൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മലയാളി ഓൺട്രപ്രണേഴ്സിനെ കോച്ച് ചെയ്യുക എന്നുള്ളതും അല്ല എൻ്റെ വിഷൻ. അപ്പോൾ എനിക്ക് വലിയ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് എന്തായാലും നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എത്താൻ കഴിയില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. അപ്പോൾ എനിക്കവിടെ ഒരു മാസ്റ്റർ മൈൻഡ് അലയൻസ് വേണം. ആ മാസ്റ്റർ മൈൻഡ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഹാൻഡ്സ് ഓഫിൻ്റെ പിന്നെ ഫൗണ്ടറുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 1000 കോടിയുള്ളൊരു കമ്പനി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1000 കോടിയുള്ള കമ്പനി ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനത്തെ വിഷനുള്ള ആൾക്കാരാണ് ഞാൻ നോക്കുന്നത്. അതായത് ബ്രോഡർ വിഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ യാത്ര ചെയ്താൽ മതി, നമ്മളും എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആളുകളെയാണ് ആക്ച്വലി ഞാൻ ടീമായിട്ട് കാണുന്നത്, ഇനി ടീമായിട്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ സ്റ്റാഫുകൾ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ വിട്ടിട്ട് നമ്മളുടെ വിഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന പാർട്ട്നേഴ്സിനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കൂടെ നിൽക്കുകയാണ് ചെയ്യുക. ഞാൻ ഓരോ കൂടെ നിന്നാൽ മതി, എനിക്ക് വളരാൻ പറ്റും. ഇപ്പോൾ ടോപ്പ് 10 ഇപ്പോൾ നിങ്ങളുടെ വിഷൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, നമുക്കവിടെ ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ വേറെ എനിക്ക് സെപ്പറേറ്റ് ഒരു വിഷൻ എന്ത് ചെയ്യണ്ട അവിടെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഞാൻ ക്യാമ്പസിൽ ശരിക്കും പറയുകയാണെങ്കിൽ റോഷൻ്റെ വിഷൻ്റെ കൂടെ നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ റോഷൻ അത് പാതി വഴിക്ക് നിർത്തിപ്പോയി. അപ്പോൾ അതാണ് പ്രശ്നം. ഒരു നിർത്തി പോകുമ്പോൾ ഉള്ള വിഷയം നമ്മൾ പിന്നെയും റിവേഴ്സ് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, പോകണം. ഈ എടുത്ത പണി പിന്നെ എടുക്കണം. അത് ഭയങ്കര ടഫാണ്. പക്ഷെ അതത്ര എളുപ്പമല്ല അങ്ങനത്തെ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് ഗ്ലോബൽ ലെവലിൽ, കേരളത്തിലല്ല, ഇപ്പോൾ ഞാൻ ഒമാനിലൊരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ടുണ്ട്, സൗദിയിലൊരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ടുണ്ട്, ദുബായിലൊരു പാർട്ട്ണറെ കണ്ടെത്തിയിട്ടുണ്ട്. ഒമാനിലെ പാർട്ട്ണറെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. സൗദിയിലും ദുബായിലും ഓൾറെഡി ഇയാളുടെ കണക്ഷനാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ത്രൂ ഔട്ട് പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നുള്ളത് മാത്രമാണ് സൊല്യൂഷൻ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരൊന്നും ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ മാനേജ് ചെയ്യാനോ. എനിക്കതിന് ഒന്നാമത് ഞാനൊരു പീപ്പിൾ ഓറിയൻറ്റഡ് പേഴ്സൺ അല്ല. അതായത് ആളുകളെങ്ങനെ എന്താ പറയുക കൊണ്ട് നടക്കുന്ന ആ ഒരു ഇത് എനിക്ക് വലിയ ഇഷ്ടമല്ല. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ അവരുടെ വിഷനിൽ വർക്ക് ചെയ്താൽ മതി. അവർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം, അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ വിഷനിൽ എത്തണം, അവരുടെ വിഷനിൽ എത്തണം. അങ്ങനത്തെ പാർട്ട്നേഴ്സിനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഷെബി, അതേ ചോദ്യം ഷെബിയോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഷെബിയെ അലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ എങ്ങനെയാണ് ഒരു വിഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത് ഞാൻ ഓൾറെഡി ക്ലാരിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഗ്രോത്തിലേക്ക് പോകണം ചിന്തിക്കണം ഓൺട്രപ്രണേഴ്സ് ആവണം എൻ്റെ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് കിട്ടും, അവർക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ കിട്ടും. പക്ഷേ ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് എടുക്കണം എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ഒരു ഇൻവെസ്റ്റർ ആവരുത്. കാരണം ഞാൻ പറഞ്ഞു, ആ രീതിയിലാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ട ബെനിഫിറ്റുകൾ കൊടുക്കുന്നു, അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട സപ്പോർട്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ സ്ട്രാറ്റജിക്കൽ അലയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവർക്കും നമുക്കും ഒരുപോലെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന, അത് ഒരു നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഫിക്സഡ് മെത്തേഡൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് അവരായിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമ്മളതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് എഗ്രിമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ട് അത് ആ രീതിയിലേക്ക് കൊണ്ടുപോകുക. ക്ലാരിറ്റി, എല്ലാത്തിലും ക്ലാരിറ്റി വേണം. നമ്മളൊരു ജസ്റ്റ് ഒരു വാക്കാല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല,
ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്നാലേ ആ കാര്യത്തിന് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ, അതിന് നിലനിൽക്കാനും പറ്റുള്ളൂ, അതിൽ നിൽക്കുന്ന ആളുകൾക്ക് പരസ്പരം ഗ്രോത്ത് എടുക്കാനും പറ്റുള്ളൂ. താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിച്ചു. നമ്മൾ ചലഞ്ചസ് 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചിരുന്നത്. ഒന്ന് സൊല്യൂഷൻസ്, നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത്, ചലഞ്ച് എന്താണെന്നുള്ളത്, കൊളാബറേഷൻ എന്താണെന്നുള്ളത്. ഇതന്നെ ആയിരിക്കും നമ്മൾ അടുത്ത ടോക്ക് ഷോയിലും പറയാം. പക്ഷേ നിങ്ങൾ കൂടെ ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ മാറിയേക്കാം.